കൊല്ലത്ത് മാതാവിനെ കഴുത്തുറത്ത് കൊലപ്പെടുത്തിയ ശേഷം മകൻ ജീവനൊടുക്കി. നസിയത്ത്, മകൻ ഷാൻ എന്നിവരാണ് മരിച്ചത്. സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. സുജിത്ത്, ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ്. ഞെട്ടലുണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അമ്മയും അച്ഛനെയും കൊല്ലുന്ന മക്കൾ നാട്ടിൽ പുതിയ കാര്യവുമല്ല. സുജിത്ത്, ഈ സംഭവത്തിൽ എന്താണ് പോലീസ് പറയുന്നത്? ഹാഷ്മി, തീർച്ചയായും തഴുത്തല PK ജംഗ്ഷന് സമീപം കിഴവൂരിലാണ് ഈ നാടിനെ നടുക്കിയ ഈ വലിയ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. രണ്ടുപേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതായത് തഴുത്തല PK ജംഗ്ഷന് സമീപം നസിയത്ത്, മകൻ ഷാൻ എന്നിവരാണ് മരിച്ചത്. 60 വയസ്സാണ് നസിയത്തിന്. 33കാരനായ ഷാനാണ് അമ്മയുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഷാൻ തൂങ്ങി മരിച്ച നിലയിലാണ് ഷാൻ്റെ മൃതദേഹം ഉള്ളത്. ഈ കൊട്ടിയം പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തി തുടർ നടപടികളൊക്കെ സ്വീകരിക്കുകയാണ്. വീട്ടിലെ പ്രശ്നങ്ങൾ, അതായത് കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് എത്താൻ കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഷാൻ്റെ ഭാര്യ ഈ വീട്ടിലുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് അതിനുശേഷം ഇവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു. ഇതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് എത്താൻ കാരണമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ മൃതദേഹങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ നടന്നു വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി ആളുകൾ ഈ വിവരമറിഞ്ഞ് ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. MLA അടക്കം, PC വിഷ്ണുനാഥ് MLA അടക്കം ഈ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് MLAയോട് തന്നെ ചോദിക്കാം. MLAയുടെ സ്വന്തം മണ്ഡലത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്? ഇന്ന് രാവിലെ 7 മണിക്കും ഈ അയൽപ്പക്കത്തുള്ള ആളുകൾ അമ്മ പുറത്ത് നിൽക്കുന്നതും മകൻ ഈ മുറ്റത്ത് ഫോൺ ചെയ്ത് നടക്കുന്നതും കണ്ടവരുണ്ട്. അപ്പോൾ 7 മണിക്ക് ശേഷമായിരിക്കാം ഈ സംഭവം ഉണ്ടായിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നു. അമ്മയുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിലും മകൻ തൂങ്ങി മരിച്ച നിലയിലുമാണുള്ളത്. പോലീസ് അതിൻ്റെ മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ഞെട്ടിപ്പിക്കുന്നതെന്ന് മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ സാമൂഹിക ആരോഗ്യത്തെക്കുറിച്ചിട്ടുള്ള ഗുരുതരമായ ചോദ്യങ്ങൾ ഉയരുന്ന സംഭവങ്ങളാണ്. കാരണം സ്വന്തം മകൻ അമ്മയുടെ കഴുത്തറുത്ത് കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ ഈ ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ലാതാകുന്ന തരത്തിലേക്ക് ലഹരി അടക്കം ഇക്കാര്യത്തിൽ കാരണമായിട്ടുണ്ടോ എന്നുള്ളത് തുടർന്നുള്ള അന്വേഷണത്തിൽ മനസ്സിലാകും. പ്രാഥമികമായി അതൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായും ഹാഷ്മി, ഈ ലഹരി ഉപയോഗമാണോ ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്കും തുടർന്ന് ആത്മഹത്യയിലേക്കും എത്തിയതെന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും രാവിലെ 7 മണിക്കും നസിയത്ത് ഇവിടെ ഫോൺ ചെയ്തുകൊണ്ട് നിന്നത് പ്രദേശവാസികളായ ചിലരൊക്കെ തന്നെ കണ്ടിരുന്നു. അതിനുശേഷം ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, സംസാരം ഉണ്ടായതായും പരിസരവാസികളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ് കൊലപാതകത്തിലേക്ക് എത്താൻ കാരണമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ബന്ധുക്കളും പ്രദേശവാസികളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ഒന്നും അറിയത്തില്ല. ഇവിടുത്തെ എൻ്റെ ചെറുമോളെ അവൻ കെട്ടിയത് ഞാൻ 2-3 ദിവസത്തിന് മുമ്പ് ഒരു ദിവസം രാവിലെ അതങ്ങ് വീട്ടിൽ വന്നു. അപ്പം അന്വേഷണത്തിൽ എൻ്റെ തലേന്ന് രാത്രി അവൻ കഞ്ചാവ് അടിച്ചേച്ച് അവനെ കൊല്ലാൻ ചെന്നു. ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണോ? ആയിരിക്കാം. ഇടയ്ക്ക് വെച്ചാൽ ഭാര്യയെ മർദ്ദിക്കാൻ ശ്രമിച്ചു. കമ്പിയൊക്കെ കൊണ്ട് കുത്താൻ ചെന്നു. അങ്ങനെ ഭയന്ന് ഞങ്ങളെ അറിയിച്ചില്ല. അപ്പം ഞാൻ പശയാക്കും ഞങ്ങൾ. പിറ്റേന്ന് രാവിലെ ഇതങ്ങ് പോരുന്നു. അതും എൻ്റെ വീട്ടിലാണ് 3 ദിവസം കൊണ്ട്. പിന്നെ ഇന്ന് രാവിലെയൊക്കെ ഇവിടെ കണ്ടവരുണ്ട്. വീട്ടിലാണോ ഈ മോളിപ്പോൾ? എൻ്റെ മോൻ്റെ മോള, അവൻ എൻ്റെ അടുത്താണ്. ഹാഷ്മി, ഇത് തന്നെയാണ്, ഇയാൾ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് തന്നെയാണ് ഈ അടുത്ത ബന്ധുക്കളൊക്കെ തന്നെ പറയുന്നത്. ഈ ഷാന്റെ ഭാര്യ ഇപ്പോൾ ഈ നമ്മളോട് സംസാരിച്ച അദ്ദേഹത്തിന്റെ ചെറുമകളാണ്, അവരുടെ വീട്ടിലാണുള്ളത്. ഇപ്പോൾ ഇന്ന് രാവിലെയും ഇവർ ഇവിടെ നിന്ന് ഫോൺ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇവർ നിരന്തരം വീട്ടിൽ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗവും ഒക്കെയായി ബന്ധപ്പെട്ട് ഇവർ വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാണ് ഈ ബന്ധുക്കളൊക്കെ തന്നെ പറയുന്നത്. അതിനെ തുടർന്ന് ഇന്ന് രാവിലെ ഈ വീട്ടിൽ ഭാര്യ മടങ്ങിപ്പോയതിനെ ചൊല്ലി അമ്മയും മകനും തമ്മിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. അതിനുശേഷം ഷാൻ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ തുടർ നടപടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. നിരവധി ആളുകളാണ് വിവരമറിഞ്ഞ് ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അക്ഷരാർത്ഥത്തിൽ ശരിക്കും തഴുത്തല PK ജംഗ്ഷന് സമീപമുള്ള ഈ കിഴവൂർ ഗ്രാമത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് ഈ സംഭവം. ഹഷ്മി. ഓക്കെ, സുജിത് സുരേന്ദ്രനാണ് കൊട്ടാരക്കരയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ഇനി നമ്മൾ നേരത്തെ സമാനമായി കേട്ടതിലൊക്കെ ഈ ലഹരിയുടെ കൃത്യമായ പങ്കുണ്ടായിരുന്നു. MDMA കൃത്യമായ പങ്ക് തന്നെ നേരത്തെ കേട്ട താമരശ്ശേരിയിലടക്കം കേട്ട സമാന സംഭവങ്ങളുണ്ടായിരുന്നു. ഇതിപ്പോൾ എന്താണ് എന്ന് പോലീസ് പറയട്ടെ. എന്തായാലും സങ്കടകരമാണ്, പേടിപ്പിക്കുന്നതാണ്.